കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്. അർജുനെ കണ്ടെത്താൻ സൈന്യമിറങ്ങാനിരിക്കെയാണ് ഇസ്രോയുടെ സുപ്രധാന തീരുമാനം. കരസേനയുടെ ബലഗാവിയിൽ നിന്നുള്ള 60-അംഗ സംഘം ഇന്ന് 10 മണിയോടെ എത്തും. പരിചയസമ്പന്നരായ കരസേനാ വിഭാഗം കൂടി എത്തുന്നതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൈവരിക്കും. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വാഹന സാന്നിധ്യമെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് അർജുനായുള്ള തെരച്ചിൽ. ഇതിനിടെ ഷിരൂരിൽ മഴ കനക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ ഇന്ന് സൈന്യമിറങ്ങുകയാണ്. കർണാടക സർക്കാർ ഔദ്യോഗികമായി സൈനിക സഹായം തേടിയിട്ടുണ്ട്. അതേസമയം അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിഷയത്തിൽ ഇടപെട്ട AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. ഇന്ന് ഉച്ചയോടെയായിരിക്കും സിദ്ധരാമയ്യ ഷിരൂരിലെത്തുക. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സാന്നിധ്യം ഉടൻ ഉറപ്പാക്കണമെന്ന് അർജുന്റെ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. വാർത്ത കണ്ടും അല്ലാതെയും ആർമി ഉദ്യോഗസ്ഥർ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെന്നാണ് കുടുംബം പറഞ്ഞത്. ഇതിനിടയിലാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിളിക്കാൻ കർണാടക സർക്കാർ തയ്യാറായത്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ നിർത്തിവെക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 6:30 പുനരാരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാവിലെയുള്ള രക്ഷാപ്രവർത്തനവും വൈകുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇന്നലെ രാത്രി മുതൽ ഷിരൂരിൽ കനത്ത മഴ പെയ്തതോടെയാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായത്. മണ്ണിടിഞ്ഞു വീണ റോഡിന്റെ നടുഭാഗത്തു നിന്ന് വൈകിട്ടോടെ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. പാറയും മണ്ണും അല്ലാത്ത വസ്തുവിന്റെ സിഗ്നലായിരുന്നു കിട്ടിയത്. സിഗ്നൽ ലോറിയുടേതാണെന്ന് ഉറപ്പിക്കാനായിട്ടില്ലെങ്കിലും 70% യന്ത്രഭാഗങ്ങൾ തന്നെ ആയിരിക്കാമെന്ന വിലയിരുത്തലാണ് പരിശോധന നടത്തുന്ന റഡാർ സംഘം. ഇന്നലെ സിഗ്നൽ ലഭിച്ച ഭാഗം മാർക്ക് ചെയ്ത് കൂടുതൽ മണ്ണെടുത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് മഴ ശക്തമായത്. ഇതോടെ മണ്ണ് വീണ്ടും ഇടിഞ്ഞേക്കുമെന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് കർണാടക സർക്കാർ വളരെയധികം പിന്നോട്ട് പോയെന്നാണ് കുടുംബം ആരോപിച്ചത്. മന്ദഗതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. മാത്രമല്ല മഴ പെയ്തതും തിരിച്ചടിയായി മാറി. 70 പേരടങ്ങുന്ന സംഘമാണ് തെരച്ചിൽ നടത്തിയത്. എന്നാൽ ഇത്രത്തോളം വരുന്ന മണ്ണും നീക്കാൻ 70ഓളം പേരടങ്ങുന്ന സംഘം പോരാ എന്നായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത്. അതേ തുടർന്നാണ് ഇന്നലെ രാത്രിയോടെ തന്നെ കർണാടക സർക്കാർ സൈന്യത്തെ വിളിക്കാൻ തയ്യാറായത്. എന്തായാലും ഇന്ന് 10 മണിയോടെ തന്നെ സൈന്യം എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തൽ. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം.